ഹായ്, പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, മാത്രമല്ല ന്യൂട്രീഷൻ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് ഗോള്, വെയിറ്റ് ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ, അൺഹെൽത്തി സിറ്റുവേഷനിൽ നിന്ന് ഹെൽത്തി ആവാൻ എനിക്ക് കഴിയുന്നില്ല എന്ന്. ഇതുപോലെ നിങ്ങളും കേട്ടിരിക്കുമല്ലേ? ഫിറ്റ് ആവണം, സ്ലിം ആവണം, ബ്യൂട്ടി ആവണം എന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ ആ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കാൻ നമ്മളറിയാതെ നമ്മുടെ പുരോഗതിയെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് ശത്രുക്കളുണ്ട്. അവയെ ഐഡൻറ്റിഫൈ ചെയ്ത് പയറുമണി പോലെ എടുത്തു കളഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റും. എൻ്റെ പേര് അനീഷ് മുഹമ്മദ്, വയസ്സ് 33. ഞാൻ ഫിറ്റ് ലൈഫ് ടീം ക്യാപ്റ്റൻ്റെ ഭാഗമാണ്. നാളെ നടക്കുന്ന 8 മണിക്കത്തെ എഡ്യൂക്കേഷൻ സെഷനിൽ ഈ ഒരു വിഷയത്തെ അധികരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ തന്നെ ലിങ്കുകൾ നിങ്ങളുടെ കോച്ചസിൽ നിന്ന് വാങ്ങുക. നമുക്ക് നാളെ കാണാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ബിഫളില്ല, വേറെ ഒന്നുമില്ല. നമ്മളതായിട്ടൊരു കഴിവില്ല, പരിശീലനം വേറെ ഒന്നുമില്ല. നമ്മളെ ഈ സിസ്റ്റം അത്രത്തോളം പവർഫുള്ളാണ്, അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഗൾഫിൽ ഉണ്ടാവുകയാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും അജീസ് സാറ് പറഞ്ഞതുപോലെ ഇതിൻ്റെ സാധ്യത ഭയങ്കരമാണ്. അത് കറക്റ്റ് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പഠിക്കുക, മനസ്സിലാക്കി. സൂം സെഷനിൽ എന്തൊക്കെ ഉണ്ടോ ഒരു ദിവസം പോലും മുടക്കാതെ പങ്കെടുക്കുക. Good morning, sir. Good morning, sir. Good morning, sir. Good morning. വെരി ഗുഡ്. ചെയ്തോളൂ. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ ഹാൻഡ് റൈസ് ചെയ്തിട്ട് മുകളിലേക്ക് വരിക. നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഒരാഴ്ചന്റെ ഉള്ളിൽ എൻ്റർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് അവരൊന്ന് പേര് അവരെവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരാഴ്ച, ഒരു മാസം ഇതിനൊക്കെ ഉള്ളിൽ വന്നിട്ടുള്ള ആളുകൾ, ഗസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാം. പേര് പറയാ, അവരെവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാം. കാരണം ഇന്നത്തെ പ്രോഗ്രാം ഫുള്ളി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹാൻഡ് റൈസ് ചെയ്താൽ മതി. അതറിയോ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പീപ്പിളിനെ കുറിച്ചിട്ട് ഒന്ന് അറിയുന്ന സമയത്ത് അവർക്കനുസരിച്ച് സംസാരിക്കുക എന്ന് വിചാരിക്കണം. ഓക്കെ, സെൽഫ് ആരാണ് സംസാരിക്കുന്നത്? രാജേന്ദ്രൻ സാർ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. ഇത് ആറ്റിങ്ങൽ. ഓക്കെ, ആദ്യമായിട്ടാണോ നമ്മുടെ പ്രോഗ്രാം? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുമോ? Good morning, sir. ഗുഡ് മോർണിംഗ്. My name Subhi James. Subhi James. ഇവിടുന്നാണ് സംസാരിക്കുന്നത്. പ്രോഗ്രാം ഫുള്ളായിട്ട് കാണുക, മനസ്സിലാക്കുക, കോച്ചിനായിട്ട് സംസാരിക്കുക, ശേഷം നല്ല ഡിസിഷൻ എടുക്കുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. Okay. അടുത്തൊരാള്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ബിജു. ഞാൻ വാഴൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. നമ്മളെ പ്രോഗ്രാംസ് എല്ലാം കാണുന്നുണ്ട്. എത്ര ദിവസമായി? 5 ദിവസം. കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾ ഫുള്ളായിട്ട് ഈ പ്രോഗ്രാം വേണ്ടിയിട്ടാണ് ഉള്ളത്. നിങ്ങൾ പ്രോഗ്രാം ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക, കോച്ചിനായിട്ട് സംസാരിക്കുക. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. വെരി ഗുഡ്. Good morning, sir. ഗുഡ് മോർണിംഗ്. അനു എന്നാണ് എൻ്റെ പേര്. ഹലോ, കേൾക്കാം സാർ?
കേൾക്കാം. ഞാൻ വാഴൂര് കൾച്ചർ ക്ലബിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. 5 ദിവസമായി. ഓക്കെ, ഫുൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഈ എഡ്യൂക്കേഷൻ സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ഇതിന് ശേഷം കോച്ചിനായിട്ട് സംസാരിക്കാം. ഓക്കെ, ഓക്കെ സാർ. മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. വെരി ഗുഡ്. ഞാൻ സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സംസാരിക്കാം. എൻഡ് ഓഫ് ദ സെഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഡോണ്ട് വെറി. ഓക്കെ സർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ എന്നെ ഒന്ന് സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യാം. എന്റെ പേര് അനീഷ് മുഹമ്മദ് എന്നാണ്. വയസ്സ് 33. ഞാൻ സൗണ്ട് ഭാഗമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കരിങ്കല്ലത്താണി ആണ് എന്റെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. സൗണ്ട് ക്ലിയർ അല്ല. സൗണ്ട് കട്ട് കട്ടായിട്ട്. ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? സംസാരിക്കൂ. ഇപ്പൊ ഓക്കെയാണ്, പറയുമ്പോ പറയാം. സംസാരിച്ചോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുന്നേ എൻ്റെ ഒരു ബിഫോർ ഫോട്ടോ നിങ്ങൾക്ക് കണ്ടു. അതിന് ശേഷം നമുക്ക് സംസാരിക്കാം. എന്താ വെച്ചാൽ ഏകദേശം ഒരു 117 കിലോ ഉണ്ടായിരുന്നു. തെറ്റായ ഭക്ഷണ രീതി, ജീവിതശൈലി പറഞ്ഞു തരാൻ ഒരു ഗൈഡൻസോ കോച്ചോ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള, എൻ്റെ ശരീരത്തിൽ വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ വൈഫാണ്. ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തു. എൻ്റെ കോച്ചിനെ ഞാൻ അനുസരിച്ചു. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് ബിലീഫ് ചെയ്ത് പഠിക്കാൻ തയ്യാറായി. എൻ്റെ കോച്ചുമാർ എന്താണോ പറയുന്നത് അത് പൂർണ്ണമായും വിശ്വസിച്ച് ഫോളോ ചെയ്തതിന്റെ പരിണിത ഫലം ഏകദേശം 21-ാമത്തെ ദിവസം 10 കിലോ കുറക്കാൻ കഴിഞ്ഞു. ഞാൻ വളരെയധികം ഹെൽത്തി ആയി. മാത്രമല്ല ബോണസ് ആയി ഉണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂ, എനിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നു, കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ എനിക്ക് റിലീഫ് ആവാൻ പറ്റി. തുടർന്ന് ഇനിയും റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു നല്ലൊരു ആഗ്രഹത്തിന്റെ പുറത്ത് വീണ്ടും കോച്ചിനോട് പറഞ്ഞു. കോച്ച് എന്നെ ഒരു ആക്റ്റീവ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എന്നെ കണക്ട് ചെയ്തു. മോർണിംഗ് ഹാല് ഞാൻ പങ്കെടുത്തു. എൻ്റെ കോച്ചിന്റെ മൈൻഡ് സെറ്റിനോട് കൂടെ തന്നെ ഞാനും എൻ്റെ ജീവിതം ഞാൻ ട്രാവൽ ചെയ്തു. എൻ്റെ ഫാമിലിയെ ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഭക്ഷണ രീതി മാറ്റിയിട്ട് നമ്മുടെ ഹെർബാലൈഫ് ന്യൂട്രീഷന്റെ ഭക്ഷണ രീതിയിലേക്ക് വന്നതിന്റെ പരിണതി ഏകദേശം 7 മാസം കൊണ്ട് 51 കിലോ വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക്, ഹെൽത്തി ആവാനും ഫിറ്റ് ആവാനും ഒരു ആന്റി ഏജ് പ്രോസസ്സിലേക്കും ഹെൽത്തി സ്കിന്നിലേക്കും വരാൻ കഴിഞ്ഞു. ബിഫോർ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ബിഫോർ ഹെർബാലൈഫ് ഞാൻ ഇതിലേക്ക് വരുന്നത് ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞാനൊരു മതപണ്ഡിതനും അതേപോലെ ഏകദേശം ഒരു 9 വർഷമായിട്ട് ബിസിനസ് മുംബൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സാഹചര്യങ്ങൾ ഭക്ഷണം കഴിക്കാനും പൊതുസമൂഹത്തിന്റെ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് അവസരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്ന് അറിയാത്ത സമയത്ത് ആണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിപ്പെട്ടത്. അതിൽ ഏറ്റവും കൂടുതൽ സഹായകമായത് ഈ മോർണിംഗ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കലോറിക്ക് അനുസരിച്ചിട്ടാണ് കഴിക്കേണ്ടത്. അതിലൂടെയാണ് നമ്മുടെ ഡെഫിഷ്യൻസി കവർ ആകണം എന്നുള്ള തിരിച്ചറിവ് കിട്ടിയപ്പോൾ എനിക്ക് കൃത്യമായ റിസൾട്ടുകൾ കിട്ടി. ആഗ്രഹിച്ച രീതിയിലുള്ള ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കാൻ പറ്റി. ഇപ്പൊ എൻ്റെ ഫാമിലി മുഴുവനായിട്ടും ഈ ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ നന്ദി പറയുന്നത് എനിക്ക് ഈ അവസരം കാണിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദ് എൻ സലീമക്കും, അതേപോലെ എൻ്റെ കുറെ അധികം മിസ്കൺസെപ്ഷനുകളെ ക്ലിയർ ചെയ്തു തന്ന എൻ്റെ സീനിയർ കോച്ച് അൻസാർ ആൻഡ് ഷക്കീല അൻസാറിനും, അതേപോലെ ഹെർബാലൈഫിനും മാർക്യൂസിനും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയണം. ഓക്കെ, 3 മിനിറ്റോടെ എൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇന്ന് ഞാൻ ടോപ്പിക് നിങ്ങൾക്ക് കുറെ ആളുകൾ എന്നോട് ചോദിക്കുന്ന ടോപ്പിക് എന്താണ്, ഒരു വെറൈറ്റി ടോപ്പിക് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക് സർജിക്കൽ സ്ട്രൈക്ക് ഫോർ ഫിറ്റ്നസ് എന്നാണ്. നമ്മൾ ഫിറ്റ്നസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? സർജിക്കൽ സ്ട്രൈക്ക് ചാറ്റ് ബോക്സ് ഓൺ ആണ്. കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യും. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നിങ്ങൾ എപ്പോഴാണ് കേട്ടിട്ടുള്ളത്? ഞാൻ എൻ്റെ പ്രമോ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം, എൻ്റെ ഒരു കസ്റ്റമർ ഒരു ഫ്രണ്ടാണ്. അവര് എപ്പോഴും എന്നോട് നമ്മളെ ഫുഡ് ഫോളോ ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ സെഷൻ പങ്കെടുക്കുന്നുണ്ട്, ഇടക്കിടക്ക് നമ്മളെ ഹാല പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അവര് പറയുന്നു എനിക്ക് റിസൾട്ട് ഇല്ല എന്ന്.
അങ്ങനെ അവരെ ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി, എക്സ്പെരിമെന്റോട് കൂടെ അവരെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു തിരിച്ചറിവാണ് ഇന്ന് ഈ സെഷനായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കണം, ഹെൽത്തി ആവണം, ഫിറ്റ് ആവണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളറിയാതെ നമ്മളെ കാർന്ന് തിന്നുന്ന കുറച്ച് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ ലക്ഷ്യം വെച്ച് ടാർഗറ്റ് ചെയ്ത് പയറുമണി പോലെ, ഞാൻ എന്റെ വേർഡിൽ ഉച്ചരിക്കുന്ന ഒരു ഭാഷ എന്നാണ്, പയറുമണി പോലെ എടുത്ത് കളയാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കാൻ പറ്റും. അപ്പോ എന്താണ് സർജിക്കൽ സ്ട്രൈക്ക്? അപ്പൊ സർജിക്കൽ സ്ട്രൈക്ക് രൂപേണയാണ് നമ്മൾ ഇന്നത്തെ ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആളുകളെ സർജിക്കൽ സ്ട്രൈക്ക് രൂപേണ നമ്മൾ നേരിടുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു മിലിറ്ററി ടൈമാണ്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഓൺ ആണ്, എഴുതട്ടോ. ഇതൊരു മിലിറ്ററി ടൈമാണ്. ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാല്, ഇപ്പോ നെക്സലൈറ്റുകളോ ശത്രുക്കളോ ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള പ്രദേശത്തിലേക്ക് വ്യാപിപ്പിക്കാതെ ടാർഗറ്റ് ചെയ്തിട്ട് ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാത്രം യുദ്ധം ചെയ്യുന്ന ഒരു രീതിയാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നാശനഷ്ടങ്ങൾ കുറവായിരിക്കും, ശത്രുവിന്റെ നാശം ഉറപ്പായിരിക്കും. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ക്ലിയർ ഷോട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളെ ഫിറ്റ്നസ് ഗോളിൽ നമ്മൾ എങ്ങനെ നേടിയെടുക്കുക, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറയാൻ പോകുന്നത്. പലപ്പോഴും ഞാൻ ആ ഫ്രണ്ടിനെ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ന്യൂട്രീഷൻ ഫുഡ് കഴിക്കാൻ റെഡിയാണ്, നമ്മളെ പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയില്ല എന്നറിഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റിലാണ് പ്രോബ്ലം പറ്റിയിട്ടുള്ളത്. എന്താ വെച്ചാല്, ഇപ്പൊ നമ്മള് ന്യൂട്രീഷൻ സെന്ററിലേക്കൊക്കെ ആദ്യം വരുന്ന സമയത്ത് 80% ന്യൂട്രീഷൻ, 20% വർക്ക്ഔട്ട്, 100% മൈൻഡ് സെറ്റ് എന്ന് പറയാറുണ്ട്. ഈ മൈൻഡ് സെറ്റിനെ വിശകലനം ചെയ്യുന്ന സമയത്ത് ഇറങ്ങി ചെല്ലേണ്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മളെ കാർന്ന് തിന്നുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഉദാഹരണം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന എക്സ്പെരിമെന്റ് നിങ്ങളുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്തോളൂ. 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഇന്ന് നിങ്ങൾക്ക് ടോപ്പിക് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ ഒരു പുസ്തകം ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്. ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിൽ വലിയ ട്രാൻസ്ഫോർമേഷനുകൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് സർജിക്കൽ സ്ട്രൈക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു 3 ടോപ്പിക് എന്ന് വെച്ചാൽ, ഒന്ന് ആങ്കർ ആണ്, ദേഷ്യം, മറ്റൊന്ന് ഈഗോ, മറ്റൊന്ന് ഫിയർ. ഫസ്റ്റ് ഞാൻ എടുക്കുക ആങ്കർ. നിങ്ങൾ ഒന്ന് മനസ്സിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദേഷ്യമുള്ള ഒരാളെ നിങ്ങൾ കൊണ്ടുവന്ന എന്നിട്ട് അദ്ദേഹത്തിന് ചെകിട്ടത്തേക്ക് നല്ലൊരു അടി കൊടുത്താ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടായ അദ്ദേഹം ചിലപ്പോ തിരുവനന്തപുരത്താകാം, അല്ലെങ്കിൽ ഹിമാലയത്താവാം, മുംബൈയിലാവാം, ഗൾഫിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്താവാം. ഇവിടെ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? നേരെ തിരിച്ച് നമ്മുടെ സ്ട്രെസ് ഹോർമോണുകൾ അവിടെ പ്രൊഡ്യൂസ് ആയി നമുക്ക് സ്ട്രെസ് വരാൻ തുടങ്ങി, നമ്മുടെ മാനസിക സമ്മർദ്ദം വരാൻ തുടങ്ങി. മാത്രമല്ല നമ്മുടെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യാൻ, കാർഡിയാക് അറസ്റ്റ് വരെ പലപ്പോഴും നമുക്കുണ്ടാവും. ഇവിടെയാണ് നമ്മൾ ഈ ദേഷ്യം, ഒരു ആങ്കർ നമുക്ക് മറ്റുള്ളവരോട് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ ന്യൂട്രീഷൻ പ്രോഗ്രാമിലേക്ക് വരുന്ന ഒരാളെ സമയത്തോളം അവർക്ക് റിസൾട്ട് കിട്ടൂല. കാരണം എന്താ അറിയോ? അവരുടെ മനസ്സിൽ മുഴുവൻ ഈ ഒരു ചിന്തയാണ്. ഏതുപോലെ വെച്ചാൽ ഞാനൊരു എക്സ്പെരിമെന്റ് കാണിച്ചു തരാം. നിങ്ങൾ സ്ട്രെസ് ബലൂൺ എന്ന് പറയും, ഇതൊരു ബലൂണാണ് അല്ലെ? ഈ ബലൂണ് പോലെ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ വീർത്തു പോകും. ഈ വീർത്ത് നമ്മൾ ഓരോ ആളുകളെ ഇങ്ങനെ ചീത്ത പറയുന്ന സമയത്ത് എന്താവും? ഇതിങ്ങനെ വീർത്ത് അവസാനം എന്താവും? അവസാനം പൊട്ടൂലേ? ഇതേപോലെയാണ് നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം. നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യം വെച്ചിട്ട്, മറ്റുള്ളവരോട് നമ്മൾ ഈഗോ വെച്ചിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് എന്താ പറയാ
ആങ്കർ വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കാൻ പറ്റൂല. നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റൂല. അതേസമയം നമുക്ക് നാശനഷ്ടങ്ങളാണ് സംഭവിക്കുക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു എക്സ്പെരിമെന്റ്, ഇതൊരു വാട്ടർ ബോട്ടിലാണ് അല്ലേ? ഇതൊരു വാട്ടർ ബോട്ടിലാണ്. കാണില്ലേ? ഈ വാട്ടർ ബോട്ടിൽ ഞാൻ അടച്ചു വെച്ചു. ഓക്കെ, ഇത് അടച്ചു വെച്ചു. ഇത് ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ഇത് ഞാനിത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വെള്ളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ചാറ്റ് ബോക്സ് ഓൺ ആണെന്ന് പറയും. ചാറ്റ് ബോക്സ് ഓൺ ആണ്. ഓക്കെ, ടൈപ്പ് ചെയ്യൂ. എന്താ സംഭവിക്കാം? ഇതിന്റെ വോയിസ് ഓഡിയബിൾ അല്ലേ? ഒരാഴ്ചയോ 2 ആഴ്ചയോ ഓക്കെ, ടേസ്റ്റ് മാറും. വെരി ഗുഡ്, സൂപ്പർ. വേറെന്താ സംഭവിക്കാം? ഓക്കെ, സ്പോയിൽ ആവും. വെരി ഗുഡ്. വെള്ളം മോശമാവും. വെരി ഗുഡ്, നല്ല നല്ല ആൻസർ വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്കറിയാലോ. ഈ ഒരു വെള്ളത്തെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പൂട്ടി വെച്ച വെള്ളത്തെ നമുക്ക് നന്നാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? ഇത് പല ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ ഇങ്ങനെ പല ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി മാറും? അത് ഒരേ ഡിസ്ട്രിബ്യൂഷൻ നടക്കും. അതിലൂടെ പ്യൂരിഫിക്കേഷൻ നടക്കും ചെയ്യും. നടക്കില്ലേ? ഇത് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുന്നത്, ഈ ഋഷികേശിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ പല കവാടങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ദേഷ്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ദാനം ചെയ്തുകൊണ്ടിരിക്കുക. സത്യത്തിൽ ദാനം എന്നുള്ളത് നമ്മളെ പ്യൂരിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ നന്മ ചെയ്യുക എന്നുള്ളത്. നമ്മളെ വീട്ടിലെ ആരെങ്കിലും സഹായിക്കുക. ഇപ്പൊ ന്യൂട്രീഷൻ സെന്ററിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആർക്കെങ്കിലും നമ്മൾ ഷെയ്ക്ക് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ഇതിലൂടെ നമ്മളെ മനസ്സിലെ ആങ്കറിനെ, അല്ലെങ്കിൽ നമ്മളെ ഈ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇതാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ. മൂന്നാമതൊരു എക്സ്പെരിമെന്റ് ഞാൻ പറയാം. ഇപ്പോ ഈ ഗ്ലാസ്സിന് എത്ര രൂപ ഉണ്ടാവും? ഇത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ്സിന് എത്ര രൂപ ഉണ്ടാവും? ചാറ്റ് ബോക്സ് ഓൺ ആണ്. എക്സ്പെരിമെന്റ് എത്ര രൂപ ഉണ്ടാവും? ഒരു അനുമാനം. 200 രൂപ. വെരി ഗുഡ്. 150 എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. കാണില്ല? ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഓക്കെ, ഞാൻ കുടിച്ചു. ഇതിനേക്കാൾ കുറച്ചുകൂടി വിലപിടിപ്പുള്ള ഒരു ഗ്ലാസ് ആണിത് അല്ലേ? ഇതിന് എത്ര രൂപ ഉണ്ടാവും? അത്യാവശ്യം നല്ല വില ഉണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു. ഓക്കെ, വെരി ഗുഡ്. 550 രൂപ ഉണ്ടാവും. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഇവിടെ ഞാൻ ഗ്ലാസ് മാറ്റിയത് കൊണ്ട് ആ വെള്ളത്തിന്റെ ടേസ്റ്റ് മാറിയോ? നിങ്ങൾ പറയും. ഞാൻ ഗ്ലാസ് വില കുറവിൽ നിന്ന് വില കൂടുതലുള്ള ഗ്ലാസ്സിലേക്ക് ഞാൻ മാറ്റിയത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? ഒന്നും സംഭവിച്ച. ടേസ്റ്റിന് ഒരു മാറ്റമില്ല. ആ പ്യൂരിഫിക്കേഷൻ എന്താണ് ഉണ്ടായിരുന്നത് അത് തന്നെയാണുള്ളത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ ആങ്കർ വെച്ച്, ദേഷ്യം വെച്ച് നമ്മൾ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കാൻ വേണ്ടി പല ആൾക്കാർ റിസൾട്ട് കിട്ടണില്ല എന്ന് പറയുന്ന സമയത്ത് ആദ്യം അവരെ ഉള്ളാണ് ശരിയാക്കേണ്ടത്. ഉള്ളു നന്നായാലാണ് പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യുള്ളൂ. എത്ര വിലപിടിപ്പുള്ള കാര്യമായിട്ടൊരു കാര്യമില്ല. ഇപ്പൊ ഞാൻ ഇതില് നോക്കും, ഇതേ വെള്ളത്തിൽ നോക്കി, അത് ഞാൻ മണ്ണാണ് ഇട്ടിക്കണത്. ഇതേ വെള്ളം ഞാൻ ഇങ്ങനെ ഒഴിച്ചു. ഇപ്പൊ എന്തായി? ആ വെള്ളം എന്തായി? നിങ്ങൾ നല്ല ബോഡിയാണ്, നല്ല ശരീരമാണ്, നല്ല ചിന്താഗതിക്കാരനാണ്. പക്ഷെ അതിലേക്ക് നിങ്ങൾ മോശം ചിന്തകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നോക്കൂ നിങ്ങൾ. മൂന്നാമത്തെ എക്സ്പെരിമെന്റ്. നമ്മളെ നന്നാക്കാനും നമ്മളെ കേടാക്കാനും ഒരാൾക്കേ പറ്റുള്ളൂ. അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ തന്നെ നമ്മളെ മാറ്റിയെടുക്കാൻ തയ്യാറാവണം. നമ്മൾ ആങ്കർ, നെക്സ്റ്റ് ലൈൻ. നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യോട്ടെ, ഇതിനെ ടാർഗറ്റ് ചെയ്ത് ഈ ശത്രുവിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതിനെ പൂർണ്ണമായിട്ട് മുക്തി നേടും. ഇതിനെ നമ്മൾ കൊല്ലും. ഇത് ഭഗവത്ഗീതന്റെ ഒരു അധ്യായത്തിൽ നിന്നാണ് ഞാൻ എടുത്തത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ദേഷ്യപ്പെടാൻ ഒരു കാരണം ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ഈ ഒബ്ജക്റ്റിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് സത്യം നമ്മളെ ദേഷ്യപ്പെടുത്തുന്നത്.
ഇപ്പൊ നമ്മളെ വീട്ടിലെ ഒരു കാര്യം എടുക്കുക. വീട്ടിൽ ഒരു അച്ഛൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മകൾ എപ്പോഴും അച്ഛനെ അനുസരിക്കണം, അല്ലെങ്കിൽ ഭാര്യ എപ്പോഴും ഭർത്താവിനെ അനുസരിക്കണം എന്നുള്ള നമ്മുടെ ഒരു ഒബ്ജക്റ്റ്, അത് നമ്മൾ അറ്റാച്ച്ഡ് ആണ്. ഈ അറ്റാച്ച് ഉള്ളത് കൊണ്ട് തന്നെ അവർ നമ്മളോട് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വർത്താനം പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ആങ്കർ എന്ന് പറയുന്നത്. ആ ആങ്കർ കൂടുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ദേഷ്യം കൂടുന്ന സമയത്ത് എന്താവുക? പിന്നെ നമുക്ക് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് സ്വയം ജഡ്ജ്മെന്റ് ചെയ്യാനോ ഉള്ള അവസ്ഥയില്ല. പിന്നെ അവിടെ ഭ്രാന്താവസ്ഥയാണ്. ആ ഒരു നിമിഷമാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കേണ്ടത്. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ യു ക്യാൻ ട്രാൻസ്ഫോം ലൈക്ക് ഹെൽ. നിങ്ങൾക്ക് പൂർണ്ണമായി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. നമ്മളെ സിസ്റ്റം ലീഡർ ആയിട്ടുള്ള രാജ്കുമാർ സാർ ഇടക്കിടക്ക് പറയാറുണ്ട് നമ്മളോട്, നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുക. സത്യത്തിൽ ഇതാണ് ഹെർബൽ ലൈഫ് ന്യൂട്രീഷനിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും പഠിക്കേണ്ടത്. കാരണം മുന്നേ ഉണ്ടായിരുന്ന ഇവിടെ നിങ്ങളെ കോച്ചസ് ആയിട്ടുള്ള ആളുകൾ ന്യൂട്രീഷൻ സെന്ററിൽ നിങ്ങൾ കാണുന്ന ബിഫോർ ആഫ്റ്റർ അവരുടെ വെയിറ്റ് ലോസിലോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിലോ അല്ലെങ്കിൽ അൺഹെൽത്തി സിറ്റുവേഷനിൽ ഹെൽത്തി ആവലോ ഒക്കെ അത് നല്ല റിസൾട്ടാണ്. പക്ഷേ അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ നോക്കൂ, അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള ആ മിറാക്കിള് കണ്ടുപിടിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക. എങ്കിലാണ് നമ്മൾ ഏത് പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ ഇതിൽ പിടിച്ചു നിൽക്കുക. നെക്സ്റ്റ് ലൈൻ. ഓക്കെ, നമുക്ക് ആങ്കർ വരാറുണ്ട് അല്ലെ? പല ആൾക്കാർക്കും ആങ്കർ വരാറുണ്ട്. ഇപ്പോ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ സാധാരണഗതിയിൽ കാണുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോ ഇവർക്ക് ഒരു എമർജൻസി കേസിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, ഓപ്പറേഷന് വിധേയമായി കുടുംബക്കാര് അല്ലെങ്കിൽ അവരുടെ അച്ഛനോ അമ്മയോ പെട്ടെന്ന് മരിച്ചു എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും. പല ആൾക്കാർ കണ്ടിട്ടുണ്ടോ? പല ആൾക്കാർ ചില്ലടിച്ച് പൊട്ടിക്കും, ചില ആൾക്കാർ ഡോക്ടറിനോട് കയറത്ത് കയറും. കണ്ടിട്ടുണ്ട് നിങ്ങൾ? അത് സത്യത്തിൽ അവരുടെ ഉള്ളിൽ ആ വേദനയാണ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ അതേ സമയം പല ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്, ആ ഒരു കാര്യം പറയുന്ന നിങ്ങളുടെ അച്ഛൻ മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ അമ്മ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വേർഡ് മാറ്റിയിട്ട് അവരെ ചേർത്ത് പിടിച്ച് അവരെ ഒപ്പം നിന്നിട്ട് വലിയ കാര്യം സൂചിപ്പിക്കുന്ന ഒരു മാറ്റം പലപ്പോഴും നമ്മുടെ ന്യൂട്രീഷൻ സെന്ററിൽ നടക്കുന്നതാണ്. നിങ്ങളുടെ കോച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ആക്കി തരുന്ന ഒരാളാണോ? നോക്കൂ നിങ്ങൾ, എത്ര വലിയവനാവട്ടെ വിദ്യാഭ്യാസമുള്ളവനാവട്ടെ അവന്റെ കോച്ചിന്റെ മുന്നിൽ അനുസരണയോട് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഡിസിപ്ലിനാണ് സഹോദരങ്ങളെ, ആ ഡിസിപ്ലിനാണ്. ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ജീവിയെ കുറിച്ച് ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. ഞാൻ ഒരു ജീവിയെ കുറിച്ച് പറയും. ആ ജീവിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളെ ഉള്ളിലേക്ക് എന്താണോ വരുന്നത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് പറയണം. ആമ എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്ത്. ഓക്കെ, മുയൽ ഇത് വരുന്നു. ഓക്കെ, ആമ ഏഷ്യൻ പസഫിക് രാജ്യങ്ങളിലൊക്കെ ഒരു സ്പിരിച്വൽ അനിമൽ ആയിട്ടാണ് കാണുന്നത്. അവരുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗ്യദേവതയായിട്ടാണ് കാണുന്നത്. ഓക്കെ, പാവം ജീവിയാണ്, സ്ലോ ബട്ട് വിന്നർ, കൂടുതൽ ആയുസ്സുള്ള ജീവി. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. ഓക്കെ, ഈ ആമ എന്നുള്ള നിങ്ങൾ ആമക്കുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കാണാം. പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം റിയാക്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. പല എടുത്തു ചാടുന്ന ആൾക്കാർ, ദേഷ്യപ്പെടാൻ ഒരു അവസരം കിട്ടുന്ന സമയത്ത് അതിനെ പ്രൊവോക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇവിടെയാണ് ആമയുടെ ഒരു മെന്റാലിറ്റി നമ്മൾ പഠിക്കേണ്ടത്. ആമ വെല്ലനെയാണ് നടക്കുക. അതിൽ എല്ലാവരും ടൈപ്പ് ചെയ്ത് പറഞ്ഞു. എല്ലാവരും അടിപൊളി, കൺഗ്രാറ്റുലേഷൻ, നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ് എന്നെ സമയത്തോളം കൂടുതൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കൺവേ ചെയ്യാൻ വേണ്ടി എന്നെ എനർജൈസ് ആക്കുന്നത്. അപ്പൊ ഈ ആമയിൽ കണ്ടിട്ടുള്ള ഒരു പഠനം എന്താ വെച്ചാല്, ഒരു മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാല്, ആമ വെല്ലനെ നടക്കുക, പക്ഷേ ശത്രുക്കൾ മുന്നിലേക്ക് വരും. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആമ എടുക്കുന്ന ഒരു പവർ ഓഫ് വിഡ്രോ ഉണ്ട്. എന്താ അറിയോ? എന്താ? അതിന്റെ തല ഉള്ളിലേക്ക് കണ്ടിട്ടിട്ട് സേഫ് സോണിലാണ് നിൽക്കും. ഒരാൾക്കും ടച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെ ആർക്കും പിടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് സമയം അത് സൈലന്റ് ആയിട്ട് നിൽക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ശത്രുക്കളെല്ലാം പോയതിനു ശേഷം വീണ്ടും തല പൊക്കിയിട്ട് വെല്ലനെ നടക്കും.
നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു നിമിഷമല്ലേ നമ്മളെ മുഴുവനായിട്ട് തകർത്തിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെ വാക്കുകളല്ലേ നമ്മളെ മറ്റുള്ളവരെ ബന്ധം മുറിച്ചിട്ടുള്ളത്. ആ നിമിഷം നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു യു ക്യാൻ ട്രാൻസ്ഫോം. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറാൻ പറ്റും. ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം ശരിക്കും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. റോണി വെയർ. ഒരു 5 ഖേദങ്ങൾ ജീവിതത്തിൽ മനുഷ്യൻ മരണത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത്, ജീവിതം കഴിഞ്ഞു മരണത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഖേദിക്കുന്ന കാര്യങ്ങളാണ്. ഇത് എനിക്ക് ചെയ്യാമായിരുന്നു, ഇത് എനിക്ക് ആക്കാമായിരുന്നു. ഒരു 5 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാമായിരുന്നു, എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാമായിരുന്നു, എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാമായിരുന്നു. ഇൻട്രോവേർട്ട് ആയിട്ട് മറ്റുള്ളവരോട് ദേഷ്യം വെച്ചിട്ട് ഈഗോ വെച്ച് നടക്കുന്ന ആളുകളോട് ചോദിക്കുന്ന ഒരു 5 ചോദ്യങ്ങളാണ്. ഈ 5 ചോദ്യങ്ങൾ മാത്രം നമ്മൾ ഉത്തരം കണ്ടെത്തിയാൽ മതി, ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഇവിടെ ഞാൻ വേറൊരു പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അയക്കാത്ത കത്ത് എന്ന് പറയുന്ന മഹാത്രയാരാന്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാരണം, പലപ്പോഴും ആളുകൾ നമ്മളോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നത്, നമ്മൾ പറയുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടറിയോ? നമ്മൾ കൂടുതൽ അവരെ ഉപദേശിക്കുന്നത് കൊണ്ടാണ്. ഇതിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കൂടുതൽ ഇണക്കം വേണോ, മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണോ, നിങ്ങൾ മരിച്ചാലും അവർ നിങ്ങളെ ഓർക്കണോ, നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ അവരെ ഉപദേശിക്കുന്നത് കുറക്കുക, കൂടുതൽ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുവിധം നമ്മുടെ ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡിയാണോ നിങ്ങൾ? പക്ഷെ നമ്മളെ ഒരു അവസ്ഥ എന്താ പറയുക, നമ്മൾ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഭാഗ്യം നമുക്ക് കൊണ്ടുവരും. ലോട്ടറി മൈൻഡ് സെറ്റ് എന്ന് പറയും. ഈ ലോട്ടറി മൈൻഡ് സെറ്റിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മൾ നോക്കും, അത് 2 നമ്പറിലാണ് പോയതല്ലേ, അത് 1 നമ്പറിലാണ് പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോട്ടറി മൈൻഡ് സെറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡെയിലി അവർക്ക് 700 രൂപ സാലറി കിട്ടും, അതിൽ 300 രൂപ ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വർഷങ്ങളായിട്ട് അവൻ 300 രൂപ ഇതിന് വേണ്ടിയിട്ട്, ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരേക്കും ഇതേപോലെ ഭാഗ്യം പ്രതീക്ഷിക്കുന്ന, ഇതുപോലെ എടുത്തിട്ട് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ആളുകളെ കണ്ടിട്ടില്ല. കോൻ ബനേഗ കരോഡ്പതിയില് 5.5 കോടി വേതനം ഗിവ് അവേ കിട്ടിയ ഒരാളാണ് സുശീൽ പാട്ടീൽ എന്ന് പറയുന്ന ആള്. ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് കേൾക്കണം. അദ്ദേഹം പാല് വിറ്റ് നടക്കുകയാണ്. കൃത്യമായ മണി മാനേജ്മെന്റോ കൃത്യമായ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റോ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള പ്രത്യാഘാതമാണ്. അത് ഭാഗ്യത്തിൽ വിശ്വസിക്കാൻ. നിങ്ങളിപ്പോ ന്യൂട്രീഷൻ സെന്ററിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ തിരക്കുകൾ പലതും ഉണ്ടാവും. ആ തിരക്ക് ഇവിടെ മാറ്റർ അല്ല. പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ തിരക്ക് ഇവിടെ മാറ്ററേ അല്ല. അതേസമയം നിങ്ങൾ എന്തിനാണോ ഇവിടെ വന്നിട്ടുള്ളത് അതിന് പ്രയോറിറ്റൈസ് ചെയ്ത് കോച്ച് എന്താണോ പറയുന്നത് അത് പൂർണ്ണമായി വിശ്വസിച്ച് എഡ്യൂക്കേഷൻ സെഷനും ആല സെഷനും കൃത്യമായി പങ്കെടുക്കുന്ന സമയത്താണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഇപ്പൊ ഞാൻ ചെറിയൊരു എക്സ്പെരിമെന്റ് വേറെ ഒന്ന് കാണിച്ചു തരാം. നോക്ക്, ഇതൊരു ബോട്ടിലാണ്. ഈ ബോട്ടിലിൽ എനിക്ക് വെള്ളം നിറക്കണം. ഞാൻ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നോക്കും, ഇത് പോകുന്നുണ്ട്, കണ്ടോ? പോകുന്നുണ്ട്. അതേ സമയം ഈ ഒരു ഫണല് ഞാൻ വെച്ചിട്ടാണ്, ഇതൊരു ഫണലാണ്, ഈ ഒരു ഫണല് വെച്ചിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കൃത്യമായിട്ട് പോവില്ലേ? സത്യത്തിൽ ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാം. ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് അറിയാം. യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് അറിയാം. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചെയ്യണമെന്ന് അറിയാം. സത്യത്തിൽ നിങ്ങളുടെ ഫണലാണ് നിങ്ങളുടെ കോച്ച്. സത്യത്തിൽ നിങ്ങളുടെ ഫണലാണ് നിങ്ങളുടെ ന്യൂട്രീഷൻ സെന്റർ. സത്യത്തിൽ നിങ്ങളുടെ ഫണലാണ് നിങ്ങളുടെ ഈ മോർണിംഗ് എഡ്യൂക്കേഷൻ സെഷൻ. ഇത് കൃത്യമായി ഉപയോഗിക്കുകയും ഇതിൽ വരുന്ന നിങ്ങൾക്കുള്ള പോരായ്മകളെ ഇതിലൂടെ പരിഹരിക്കുകയും ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടുക. പല ആളുകളും പറയാറുണ്ട് ന്യൂട്രീഷൻ ഫുഡ് എനിക്ക് കഴിക്കുന്ന സമയത്ത് വൊമിറ്റിംഗ് വരികയാണ്, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സഹോദരൻ, നമ്മുടെ നാവിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്നറിയോ? ഏതിനെയും സ്വിച്ച് ചെയ്യാനുള്ള ഒരു ശാരീരിക അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിനുള്ളത്. ആദ്യ തുടക്കത്തിൽ ഉണ്ടാവുന്ന അസ്വസ്ഥത ചിലപ്പോൾ ഉണ്ടാവും. എന്നാൽ അത് തുടർച്ചയായിട്ട് 3 ദിവസം 5 ദിവസം 7 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തുടങ്ങി വെച്ചത് ഓർമ്മ പോലും ഉണ്ടാവില്ല. ഇതിന്റെ ബിഗ് എക്സാമ്പിൾ ആണ് ഞാൻ. കാരണം ഇൻടേക്ക് ചെയ്യുന്ന
ഇൻടേക്ക് ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വിഴുങ്ങുക എന്നതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ പഠിച്ചിട്ടുള്ളത്. ചവച്ചരച്ച് കഴിക്കുന്ന ഒരു സ്വഭാവമില്ല, തിന്നുന്ന ഒരു സ്വഭാവമില്ല, മറിച്ച് വിഴുങ്ങുക എന്നുള്ള ഒരു സ്വഭാവം. എൻ്റെ ബിഫോർ കണ്ടില്ല നിങ്ങൾ, ആ ആള് നേരെ മറ്റുള്ള ഫുഡുകളെ മാറ്റി നിർത്തിയിട്ട് ഇതിലേക്ക് സ്വിച്ച് ചെയ്തപ്പോ മറ്റുള്ള ഫുഡുകൾ ഇപ്പൊ എന്നെ സമയത്തോളം പ്രയോറിറ്റി അല്ല. ഇതേപോലെയാണ് ഇതിൽ വെൽനസ് കോച്ച് ആയിട്ടുള്ള പല ആൾക്കാരും അവരെ ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കി അറിഞ്ഞു വന്നവരാണ്. മനസ്സിലാവുണ്ടോ? അപ്പോ ഞാന് ഒന്നാമത്തെ നമ്മളെ തകർക്കുന്ന ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ റിസൾട്ട് എടുക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മാനസികമായിട്ട് നിങ്ങളുടെ ദേഷ്യത്തെ മുഴുവനായിട്ട് മുറിച്ചു കളയാൻ തയ്യാറാവണം. എങ്ങനെയാണ്? നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക പൂർണ്ണമായിട്ട്. എന്താണ് നിങ്ങൾ ഫിറ്റ്നസ് ഗോൾ, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, കോച്ചിനെ മുറുകെ പിടിക്കുക. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഈഗോ. ഒന്നാമത്തെ കാര്യം ഇഷ്ടപ്പെട്ട ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. രണ്ടാമത്തെ നമ്മൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു ശത്രുവാണ് ഈഗോ എന്ന് പറയുന്നത്. അതിന്റെ മുന്നേ ഒരു ചെറിയൊരു വീഡിയോ കാണിക്കുക. സാർ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യോ? ആ വീഡിയോ കണ്ടതിന് ശേഷം, കാരണം സീയിങ് ഈസ് ബിലീവിംഗ് എന്നല്ലേ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വിശ്വാസം വരും. എവിടെയാണ് ഈഗോ? ഈഗോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ആ ഈഗോനെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്നുള്ളത് പഠിക്കണം. പേപ്പർ പെൻ എടുക്കുക. പേപ്പർ പെൻ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഹു ആം ഐ? ഞാൻ ആരാണ്? ഒരു 10 കാര്യങ്ങൾ. വെരി ഗുഡ്. आपकी आंखों के सामने ये सब नाटक हो रहा है और आप एक पत्थर की तरह चुपचाप देख रही हैं राजमाता। देवसेना, लगता है तुम हमारी परंपरा नहीं जानती। किसे कौन सा पद देना है ये निर्णय लेने का अधिकार केवल महाराज का है। सब बहाने हैं। राजमाता, एक दुष्ट के अत्याचार से ज्यादा एक सज्जन का मौन राज्य के लिए हानिकारक है। ये बात नहीं जानती आप? बाहुबली जैसे महावीर को पद से हटाकर उसका अधिकार एक कुत्ते को दिया जा रहा है। ये सब देखकर भी आप चुप हैं। देवसेना, यहाँ जो भी आया है मेरे लिए भेंट लाया है। आपने कुछ नहीं दिया, जो मांगू वो देंगे आप। आपको माहिष्मति के सिंहासन पर विराजना है। यही मेरी कामना है। ये सिर्फ मेरी नहीं, समस्त प्रजा की कामना है। और कहते हैं प्रजा की कामना पूरी करना क्षत्रिय धर्म है। अपना धर्म। ഓക്കെ, വെരി ഗുഡ്. ഭാഷ മനസ്സിലായിട്ട് ഡോൺ വറി. ഇതിലെ ആശയങ്ങൾ, ഇതിന്റെ ഡബ്ബിംഗ് മലയാളത്തിൽ അവൈലബിൾ ആണ്. പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു സീന് മുതൽ, ബാഹുബലിയിലെ ഈ ഒരു സീന് മുതൽ അവിടെ അത്ര നേരം അമ്മയായിട്ടുണ്ടായിരുന്ന ഈ ഉണ്ടായിരുന്ന അമ്മക്ക് ഉള്ളിൽ ഈഗോ വന്നു മാത്രമല്ല, സ്വന്തം മകനെ കൊല്ലാൻ വരെ വിജ്ഞാപനം നടത്തി. അങ്ങനെ ബാഹുബലിയെ കൊല്ലുന്ന ഒരു അവസ്ഥ, അതും സ്വന്തം മാമനെ കൊണ്ട്, കട്ടപ്പ എന്ന് പറയുന്ന മാമനെ കൊണ്ട്. അവിടെ ഈഗോയാണ് ഫോർമാറ്റ് ആയത്. സ്വന്തം ജനിപ്പിച്ച മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറായ ഒരു അമ്മയുടെ കഥയാണിത്. ഇവിടെ ഈഗോ എല്ലാവർക്കും ഉണ്ട്. അതേസമയം ആ ഈഗോനെ നമ്മൾ പൂർണ്ണമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ വില മനസ്സിലാക്കി, അതാണ് ഞാൻ നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയും. ഹു ആം ഐ? ആരാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ അറിയണം, ഓരോരുത്തരും അറിയണം. നമുക്ക് അഹങ്കരിക്കാനുള്ള, ഞാൻ വലിയ ആളാണ് എന്ന് കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ സഹോദരങ്ങളെ? എത്ര ഉയരാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ വിനയാന്വിതനായി നിൽക്കണം എന്നാണ് സാധാരണഗതിയിൽ പറയാ. എൻ്റെ സീനിയർ കോച്ച് പറയാറുണ്ട്, നമ്മൾ നെൽക്കതിരിനെ പോലെ പഠിക്കണം. കാരണം അത് വളഞ്ഞുകൊണ്ടേയിരിക്കും. അതേപോലെ നമ്മൾ കൂടുതൽ റീച്ചബിൾ ആയി മാറണം. നമ്മളെ സീനിയർ ലീഡേഴ്സിനൊക്കെ ഒന്ന് കണ്ടു നോക്കൂ, എന്താണ് അവരുടെ എളിമ, എന്താണ് നമ്മളോടുള്ള അക്സെപ്റ്റൻസ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. എത്ര വളർന്നാലും സാധാരണ പറയാൻ, ആരാണ് കൂടുതൽ വിനയം കാണിക്കുന്നത് അവനാണ് ഉയരങ്ങളിലേക്ക് എത്തുക. ആരാണ് അഹങ്കരിക്കുന്നത് അവൻ എന്നും തകർച്ചയിലേക്കാണ് എത്തുക. നമ്മൾ വെറും രക്തക്കട്ടയാണ് സഹോദരങ്ങളെ. ഒരു മലത്തിന്റെ ബലത്തിലാണ് നമ്മുടെ ശരീരം നിന്നു പോകുന്നത്, അല്ലേ? ശരിയല്ലേ? നമുക്ക് 2-3 പ്രാവശ്യം ലൂസ് മോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബൈസ്റ്റാൻഡ് ആയിട്ട് രണ്ടോ 3 ആൾക്കാർ വേണം.
അത്രയേ ഉള്ളൂ നമ്മുടെ പവർ എന്ന് പറയുന്നത്. നമുക്ക് അഹങ്കരിക്കാൻ എന്താണ് വകുപ്പുള്ളത്? ഞാൻ നേരത്തെ എന്തൊക്കെ എക്സ്പെരിമെന്റ് കാണിച്ചോ അതൊക്കെ ഈ ഈഗോയിലേക്ക് നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾ ആരാണ് എന്നറിയാം. സ്വന്തത്തിലേക്ക് ഒന്ന് ചിന്തിക്കുക. ചിന്തിച്ചതിന് ശേഷം ട്രാൻസ്ഫോം ആവാൻ വേണ്ടി ശ്രമിക്കുക, പരിശീലിക്കുക, ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ആത്മീയ ചിന്ത എന്നതല്ല, മറിച്ച് മറ്റുള്ള പ്രവർത്തനങ്ങൾ ഒഴിച്ച് നമ്മളിലേക്കൊന്ന് ചിന്തിക്കാനുള്ള, നമ്മളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യമാണ്, ടൈം 5 മിനിറ്റോളം. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യമാണ് ഫിയർ എന്ന് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ ഒരു എനിമിനെ നമ്മൾ പിടിച്ചു, ആങ്കർ, നമ്മുടെ ദേഷ്യം. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു ഈഗോ. ഇത് വെച്ചിട്ട് നമ്മളെ കൺസ്യൂം ചെയ്യാനോ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഗോൾ നേടിയെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് കഴിയില്ല, റിസൾട്ട് എടുക്കാൻ കഴിയില്ല. കുറച്ച് സമയം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതേസമയം ഇത് ലൈഫ് ലോങ് ആയിട്ട് കൊണ്ട് നടക്കാൻ, ഫിറ്റ്നസ് എന്നുള്ളത് ലൈഫ് ലോങ് ആയിട്ട് കൊണ്ട് നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിർബന്ധമാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ്, ഇപ്പോൾ പലപ്പോഴും പല സാഹചര്യത്തിലും ആളുകൾക്കുള്ള ഒരു കാര്യമാണ് പേടി എന്നുള്ളത്. ഞാൻ ഈ ന്യൂട്രീഷൻ ഫുഡ് കഴിച്ചാൽ എനിക്ക് കിഡ്നി അടിച്ചു പോകുമോ, ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് മാറുമോ, എനിക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ സംഭവിക്കുമോ, എനിക്ക് ഇത് കഴിക്കാൻ പറ്റുമോ, അത് കഴിക്കാൻ പറ്റുമോ. ഇത് മരുന്നിനെ രൂപേണ കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളോടാണ് പറയുന്നത്, നിങ്ങളെ പേടിയാണ് ആദ്യം മാറ്റേണ്ടത്. അതിന് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ സംബന്ധമായിട്ട് എന്തൊക്കെ സംശയങ്ങളുണ്ടോ, എന്തൊക്കെ പേടികളുണ്ടോ, അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചോ. പുതിയതായിട്ടുള്ള ആളുകളാണ് ചെയ്യേണ്ടത്. ഒരു 10 കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് അതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ന്യൂട്രീഷൻ സെന്ററിലേക്ക് വരുന്നതായിരിക്കും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെഷൻ കാണുന്നതായിരിക്കും ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുക. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്യും, അതിനെ കരിച്ചു കളയും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയും ഓട്ടോമിക് ഹാബിറ്റിലെ വലിയൊരു അത്ഭുത പ്രതിഭാസം ആണ് ബ്രെയിൻസ്ഫോർഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സൈക്ലിങ്ങിന്റെ ഒരു കഥ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കൽ സെഷനിൽ ഞാൻ പറഞ്ഞതാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ സമയത്ത് അത്രക്കാലം ഉണ്ടായിരുന്ന ട്രാക്ക് റെക്കോർഡ്, സൈക്ലിംഗിൽ ഉണ്ടായിരുന്ന ട്രാക്ക് റെക്കോർഡ് അവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. പക്ഷെ അത് അവർ ഈ ഒരു ഫോർമാറ്റിലേക്ക് ബ്രെയിൻസ്ഫോർഡിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് അവർക്ക് വീണ്ടും 10 വർഷത്തിന് ശേഷം വീണ്ടും ആ റെക്കോർഡ് തിരിച്ചു പിടിക്കാൻ പറ്റി എന്ന് പറയുന്ന ഒരു കഥ ഉണ്ട്. ഇതേപോലെ നമ്മളുടെ ബിഫോർ എന്തോ ആവട്ടെ, അത് പേടിക്കേ വേണ്ട. ഇപ്പൊ നിങ്ങൾ റെഡിയാണോ? നിങ്ങളെ പേടി മാറ്റി തരാൻ, നിങ്ങളുടെ ഭയം മാറ്റി തരാൻ, നിങ്ങളുടെ സംശയങ്ങൾ മാറ്റി തരാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള എക്സലന്റ് ആയിട്ടുള്ള കോച്ചസ് ഉണ്ട്. അതിന് എന്ത് വേണം? നിങ്ങൾ 3 അവസ്ഥയിലാണ് ഉണ്ടാവുക. ഒന്ന്, നിങ്ങൾ പഠിക്കുന്നതിന്റെ മുന്നുള്ള ഒരു അവസ്ഥ. മറ്റൊന്ന്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ. ഇപ്പൊ എഡ്യൂക്കേഷൻ സെഷനിൽ വരുന്നതിന്റെ മുന്നേ പുതിയ ആൾക്കാരോട് ഞാൻ ചോദിച്ച സമയത്ത് നിങ്ങളോട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ ആഫ്റ്റർ ദ സെഷൻ നിങ്ങളോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയില്ലേ? അത് ആഫ്റ്റർ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡന്റ് ഇല്ലേ? അത് നിങ്ങൾ പ്രാക്ടീസ് കൂടി ചെയ്താലോ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താലോ കൂടുതൽ കോൺഫിഡന്റ് ആവില്ലേ? അപ്പൊ നമ്മുടെ കോൺഫിഡന്റിനെ, ഫിയറിനെ മാറ്റിയിട്ട് അത് ഫയർ ആക്കി മാറ്റാൻ ഒരേ ഒരു വഴി എന്ത്? അത് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മറന്നിട്ട്, ഈ കാര്യങ്ങളൊക്കെ ഫിയർ 2 രീതിയിലാണ്, 2 അർത്ഥത്തിലാണ് വരിക. ഒന്ന്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മറന്ന് മുന്നോട്ട് പോവുക. രണ്ടാമത്തേത്, എന്തെന്നെ ആവട്ടെ എനിക്ക് ഫിറ്റ്നസ് ഗോൾ നേടിക്കണം, ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ് എന്ന അക്സെപ്റ്റൻസോട് കൂടെ നമുക്ക് മുന്നോട്ട് പോവാം. ചോയ്സ് ഈസ് യുവർ. ഭയപ്പെടുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്ത് പഠിക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ ഓവർകം ചെയ്യും. എന്തൊക്കെയാണോ നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ, അത് നിങ്ങളെ കോച്ചുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. അത് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സൊല്യൂഷൻ അവിടെ തുറന്നു കിട്ടും. ഷുവർ. ഇവിടെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇദ്ദേഹത്തെ അറിയാം നിങ്ങൾക്ക്? ഇദ്ദേഹത്തിന്റെ പേര് അറിയുന്ന ആൾക്കാരൊന്ന് ടൈപ്പ് ചെയ്യും. സമയമില്ലാത്തത് കൊണ്ടാണ്. ഇദ്ദേഹത്തിന്റെ പേര് റോബിൻ ശർമ്മ എന്നാണ്. ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കണം, നല്ലതാണ്. അടിപൊളി ലൈഫ് കോച്ചാണ്. അദ്ദേഹം പറയുന്ന ഒരു വേർഡാണ്, എവറിത്തിങ് യു വാണ്ട് ഈസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ഫിയർ. ആദ്യം ഫിയർ എന്നുള്ള ഒരു കടമ്പ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള ലോകം വലിയതാണ്. ഫിയർ ആണ് വലിയൊരു കടമ്പ. ഈ ഫിയറിനെ മാറ്റി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ പറ്റുമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ലൈൻ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇവരുടെ പേര് ദീപ മാലിക് എന്നാണ്. എന്തൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ, എത്ര നിങ്ങൾക്ക് അൺഹെൽത്തി ആണെന്ന് പറഞ്ഞാലും, ഇവരുടെ ഈ സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പ് പറയും, എന്റെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല, എന്റെ ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, എനിക്ക് വരാൻ പറ്റാതെ ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയും. ആ വീഡിയോ ഒന്ന് കാണിച്ചോ സാർ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. മുപ്പത്തൊന്ന് സർജറികൾ, 183 തുന്നിക്കെട്ടലുകൾ. സർജറികളെല്ലാം നടന്നത് നട്ടലിലാണ്. ഏറ്റവും വേദനയുള്ള സർജറികൾ. അതിനുശേഷം വർഷങ്ങളോളം നീണ്ടുനിന്ന ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ്. മുന്നിൽ സഹതപിച്ചു വന്നിരുന്ന ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് ആ യുവതി പറഞ്ഞു, നിങ്ങളുടെ ആരുടെയും സഹതാപം എനിക്ക് ആവശ്യമില്ല. വികലാംഗ എന്ന് ലോകം വിളിച്ചു പറഞ്ഞപ്പോൾ ആ യുവതി അവരോടും പറഞ്ഞു, എന്റെ അരയ്ക്ക് കീഴെ മാത്രമാണ് തളർന്നിട്ടുള്ളത്, ഞാൻ തളർന്നിട്ടില്ല. My body was paralyzed, my soul was not paralyzed. ആ യുവതി പിന്നീട് ഒരു ചരിത്രമാണ് സൃഷ്ടിച്ചത്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു, നീന്തൽ പഠിച്ചു, ഡ്രൈവിംഗ് പഠിച്ചു. 18,000 അടി ഉയരത്തില് മഞ്ഞുറഞ്ഞു കിടന്ന ഹിമാലയത്തില് 8 ദിവസം കീഴടക്കിയത് 1700 കിലോമീറ്റർ. റൈഡ് ദ ഹിമാലയ എന്ന ആ ബൈക്ക് റാലിയില് ദീപയുടെ ഉള്ളിലെ എല്ലാ വൈകല്യത്തെയും കീഴടക്കുകയായിരുന്നു. അതിനുശേഷം പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അവാർഡ് നേടുന്ന, മെഡൽ നേടുന്ന ആദ്യ വനിത. സിൽവർ മെഡലാണ് നേടിയത് ഷോട്ട് പുട്ടിൽ. ആ മെഡലടക്കം ഏകദേശം 23 അന്താരാഷ്ട്ര മെഡലുകള്, 68 ദേശീയ മെഡലുകള്. ദീപ ഒരു മാതൃകയാവുകയായിരുന്നു. വികലാംഗർ എന്ന് മുദ്ര കുത്തിക്കൊണ്ട് ആളുകളെ വിഷമിപ്പിക്കുന്ന ലോകത്തിന് മുന്നിൽ ഒരുപാട് ഭിന്നശേഷിക്കാർക്ക് ഒരു മാതൃകയാവുകയായിരുന്നു. സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, യുവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ പ്രായമല്ല, മുന്നിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ, ബുദ്ധിമുട്ടുകളെ, വേദനകളെ പോരാടാനുള്ള കഴിവാണെന്ന് ദീപ അത് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ചു. ദീപ നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ യുവത്വത്തിലാണോ അതോ വാർദ്ധക്യത്തിലോ? കാരണം ചെറിയൊരു കാൽമുട്ട് വേദന, നടുവേദന, കഴുത്ത് വേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോലിയും സ്വന്തം ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളോടാണ് ദീപയുടെ ചോദ്യം, നിങ്ങൾ വാർദ്ധക്യത്തിലാണോ അതോ യുവത്വത്തിലോ? ചോദ്യം പ്രസക്തമാണ് എന്നും. വെരി ഗുഡ്, സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, ഇപ്പൊ ഇതിനൊക്കെ ഒരു അടിപൊളി സൊല്യൂഷൻ ആണ് നമ്മളെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ. എന്തിനും ഏതിനും നമുക്ക് മുന്നിൽ സൊല്യൂഷൻ ആയിട്ട് നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. നമ്മുടെ സയന്റിഫിക്കലി ഡിസൈൻഡ് ആണ്, പ്രൂവ്ഡ് ആണ്, ബാലൻസ്ഡ് ന്യൂട്രീഷൻ ആണ്, 100% വെജിറ്റേറിയൻ ആണ്. നമുക്ക് വേണ്ട എല്ലാ സപ്ലിമെന്റ്സും ഇതിലുണ്ട്. നിങ്ങൾ കോച്ചസായിട്ട് സംസാരിക്കുക, നിങ്ങളെ കോച്ചിനായിട്ട് കറക്റ്റ് നിങ്ങൾ കൈപിടിക്കുക, ന്യൂട്രീഷൻ സെന്ററിനെ ഇഷ്ടപ്പെടുക, ട്രാൻസ്ഫോർമേഷൻ ജേണിയെ നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസമാണ് ഉള്ളിലേക്ക് ഇറങ്ങേണ്ടത്. 2 മിനിറ്റ് എടുക്കുകയാണ്. എല്ലാവരും ഒന്ന് സ്റ്റഡി ആയിട്ട് നിന്ന്, എത്ര നേരം പറഞ്ഞതിന് നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്യും. സ്റ്റഡി ആയിട്ട് എല്ലാവരും ഒന്ന് കൈ തൊടയിലേക്കൊന്ന് വെച്ചേ, കണ്ണൊന്ന് അടച്ചേ, ഉള്ളിലേക്ക് ഒന്ന് ശ്വാസം എടുത്തേ, അതേ സ്പീഡിൽ തന്നെ പുറത്തേക്കൊന്ന് എക്സീൽ ചെയ്തേ. ഉള്ളിലേക്ക് കിടക്കുന്ന ശ്വാസത്തിന്റെ തണുപ്പും പുറത്തേക്ക് വിടുന്ന ഉച്ഛസിക്കുന്ന ശ്വാസത്തിന്റെ ചൂടും ഒന്ന് ഫീൽ ചെയ്തേ. യു ആർ സ്മൈലിംഗ്, യു ആർ സ്മൈലിംഗ്. നിങ്ങളെ ബോഡി സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കേ. നിങ്ങളെ അവയവങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ഓർഗൻസ് ഒക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തോ അവസ്ഥ ആവട്ടെ, പക്ഷെ ഇതൊക്കെ ഒരു ആന്റി ഏജിലേക്ക്, ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്ന ഒരു നിമിഷത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ആ പുഞ്ചിരി നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളിപ്പോ ശരീരത്തിലുള്ള എന്തൊക്കെ നെഗറ്റീവുകളുണ്ടോ, എന്തൊക്കെ
ബുദ്ധിമുട്ടുകളുണ്ടോ, നിങ്ങളെ ശത്രുക്കളുണ്ടോ, ഈഗോ പോലത്തെ, ആങ്കർ പോലത്തെ, ഫിയർ പോലത്തെ, അതൊക്കെ നിങ്ങളെ ശരീരത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് ഒഴിവായി പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫീൽ ചെയ്തേ. വാവ്, സൂപ്പർ. Feel this moment, enjoy this moment, celebrate this moment. Inhale, exhale. ആ കൈകളൊക്കെ ഒന്ന് ഉരസിയിട്ട് മുഖത്തൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് ഒന്ന് ചിരിച്ചേ. ഓക്കെ, സൈനിങ് ഓഫ് അനീഷ് മുഹമ്മദ്. ഇനി ആർക്കെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, അപ്പോ നാളത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സെഷൻ നമ്മുടെ സൗമ്യതയുടെ പര്യായമാണ്, വാക്കുകളുടെ പ്രതീകമാണ്. മിസ്റ്റർ കെവിയർക്കയാണ് നാളത്തെ സെഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഫ്ലെയർ ഉണ്ടെങ്കിൽ ഒന്നും ഷെയർ ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്. അടിപൊളി സെഷൻ ആയിരിക്കും. ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നല്ല സെഷൻ ആയിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന സെഷൻ ആയിരിക്കും. ആരെങ്കിലും ഒരാൾക്ക് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ഒന്ന് രണ്ടാൾക്കാർ. എനിക്ക് അവസരം നൽകിയ എന്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദൻ സലിമക്കും അതേപോലെ എന്റെ സീനിയർ കോച്ച് അൻസാറൻ ഷക്കീലക്കും ഈ സിസ്റ്റത്തിനും രാജ്കുമാർ സാറിനും കവിതാ മാഡത്തിനും എസ്പെഷ്യലി എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒന്ന് ചെയ്തു കൊടുക്കൂ സാർ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നത്തെ സെഷൻ അടിപൊളിയായിരുന്നു. കാരണം ഇരുത്തി ചിന്തിക്കാനുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പുതിയ വന്ന ആളുകൾക്ക് എന്താണ് ഹെർബാലൈസ് മനസ്സിലാക്കാനുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. പുതിയ ആൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. എന്റെ പേര് ജസ്റ്റ് ഷോർട്ട് എന്ന് പറയാം. എന്റെ പേര് അഷ്റഫ്, വയസ്സ് 40. ബിഫോർ ഒരു 15 എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു 18 വർഷം മൈഗ്രെയിൻ, അലർജി, കുറെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ പ്രോഗ്രാമിൽ വന്നത്. ഈ വെയിറ്റ് കൂടിയ സമയത്ത് ഇന്ന് ജോലി ചെയ്യാനോ അതുപോലെ തന്നെ ഒരു ആളുകളുടെ ഇടയ്ക്ക് നടക്കുമ്പോഴോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഒരു ഫസ്റ്റ് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. ഒരു 3-ാമത്തെ ദിവസം എന്റെ ഒരു വെയിറ്റ് ചെക്ക് ചെയ്ത സമയത്ത് ഒരു 1,800 കുറഞ്ഞു. ഞാൻ എപ്പോഴും റിസൾട്ട് പറയുന്ന ഒരു കാര്യമാണ് അവിടുന്ന് കിട്ടിയ ഒരു റെക്കഗ്നേഷൻ. കാരണം നമുക്ക് കിട്ടാത്തൊരു സംഭവം, ആ കയ്യടിയാണ് എന്നെ ഇതിൽ സ്റ്റേ ചെയ്യിപ്പിച്ചത്. പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് 10 ദിവസത്തിൽ 18 വർഷമായിട്ട് മൈഗ്രെയിനിൽ ഒരു ശമനം വന്നു. ഒരു 3 മാസമായപ്പോ എന്റെ 15 കിലോ വെയിറ്റ് കുറച്ച് സമയത്ത് എന്റെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും നോർമലായി. അതുകൂടെ ഞാൻ എന്റെ ഫാമിലി 2-ാമത്തെ ദിവസം എന്റെ ഫാമിലി വൈഫിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഓൾ ഫാമിലി ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 വർഷത്തോളം ഞാൻ ഹാപ്പിയാണ്. യാതൊരു ഹോസ്പിറ്റൽ ഇല്ലാതെ ലൈഫ് ലൈഫിൽ പോയി. താങ്ക് യു സാർ. താങ്ക് യു മൈ ഗോഡ്. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്റെ സതീഷ്, ഞാൻ വളാഞ്ചേരി സംസാരിക്കുന്നത്. സൂപ്പർ സെക്ഷൻ ആയിരുന്നു, അത് അടിപൊളിയായിരുന്നു. ബിഫോർ ഹെർബാലൈഫ് ഞാനൊരു 16 എക്സ് വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരു 5 വർഷമായി ഫ്ലാറ്റ് ലിവർ ആയിരുന്നു. സിറോസിസ് കഴിഞ്ഞ് ക്യാൻസർ സ്റ്റാർട്ട് ചെയ്ത സ്റ്റേജിലാണ് ഞാൻ ഈ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ എന്റെ ഈ ഒരു ഫുഡിലേക്ക് വരാൻ കാരണം വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി വന്നല്ല ആളെന്ന്. എന്റെ അസുഖത്തിന്റെ ഒരു ഫ്രണ്ടിന്റെ മുഖാന്തരം എവിടെയാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്ന അറിയണ്ടേ. കാരണം ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി മടങ്ങി, കേരള, കർണാടക, തമിഴ്നാട് ഫുള്ള് കറങ്ങി മടങ്ങിയ ഒരാള് ഇനി ഏതൊരു ഹോസ്പിറ്റലിൽ പോകുന്നത് ചിന്തിച്ചിരിക്കുമ്പോ എന്റെ ഫ്രണ്ട് പറഞ്ഞു, ഞാനോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ ക്യാൻസർ ടെസ്റ്റിനെ അയക്കാൻ നിൽക്കുമ്പോഴാണ് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇത് നാളെ എന്റെ കൂടെ വാറണം. ഞാൻ പറഞ്ഞു നാളെ എവിടേക്ക്? പറഞ്ഞ ആലത്തൂർ ഒരു സംഭവം അവിടെ പോകാറുണ്ട്. ബിഫോർ ആഫ്റ്റർ പിക്ചർ ആണത്. അപ്പൊ ഫ്രണ്ടിന് ഞാൻ പറഞ്ഞു ആലത്തൂർ ഹോസ്പിറ്റലിൽ ഞാൻ കാണാത്ത ഹോസ്പിറ്റലൊന്നും കേരളത്തിൽ ഇല്ലല്ലോ പറഞ്ഞു. എന്താ അവൻ എന്നെ 6 മണിക്ക് എന്റെ വീട്ടിൽ വന്ന് കൊണ്ടുപോയി അവിടെ നിന്ന് ഒരു വെൽനസ് സെന്ററിൽ വന്നിട്ട് എന്റെ വയറ്റ് വെച്ചപ്പോ ഞാൻ 16 ലക്ഷം വെയിറ്റിന്റെ അറിയുന്നത്. അപ്പൊ അവർ ചോദിച്ചു, ഫസ്റ്റ് ചോദിച്ചായിരുന്നു ഒക്കെ റോങ് ഈറ്റിംഗ് ആയിരുന്നു. ഒരു കോച്ച് പറഞ്ഞു മാറുന്ന ഉറപ്പുണ്ട്, നമ്മളേക്ക് ജീവിക്കണം. കാരണം ഡോക്ടർ മരണം മുന്നിൽ കണ്ട് പറഞ്ഞ എനിക്ക് ജീവിച്ചേ പറ്റൂ. കാരണം മോൾക്ക് 10 വയസ്സ്, ഒരു 13 വയസ്സുള്ള മോൾക്ക്, മോനക്ക് 7 വയസ്സുള്ള ടൈമിലാണ് ഞാൻ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജീവിക്കാൻ അപ്പോഴാണ് കൊതി വരിക. നമ്മൾ ഈ ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്താലും ഒരുപാട് സമ്പാദിച്ചാലും ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും വരുമ്പോഴാണ് നമ്മൾ ജീവിക്കാനുള്ള കൊതി വരിക. അപ്പൊ ഞാൻ പറഞ്ഞ കോച്ചിന് പറഞ്ഞു എനിക്ക് ജീവിച്ചേ പറ്റൂ, കാരണം എനിക്ക് ജീവിക്കണം. ഇപ്പൊ 2 മാസം ഞങ്ങൾ പറഞ്ഞ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്തും പറയാൻ ചെയ്യാൻ തയ്യാറാണ്. 2 മാസം കോച്ചിന്റെ കൈ പിടിച്ച് കോച്ച് എന്താ പറഞ്ഞത് അത് കറക്റ്റ് ഫോളോ ചെയ്ത് 16 ലക്ഷം വെച്ച് കുറച്ച് 6 മാസം ചെക്ക് ചെയ്തപ്പോ ഫാറ്റ് ലിവർ നോർമലായിരുന്നു.
ഡോക്ടർ പറഞ്ഞു ഇനി ബയോപ്സി ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയാം എനിക്ക് ബയോപ്സി ചെയ്തേ പറ്റൂ. കാരണം ഒരു ഷേക്ക് കുടിച്ച് അസുഖം മാറാൻ ആരും വിശ്വസിക്കില്ലല്ലോ. ഞാൻ ബോംബെക്ക് ബയോപ്സി അയച്ച് 10ാം ദിവസം വന്ന റിസൾട്ട് നെഗറ്റീവാണ്. ഇന്ന് 4.5 വർഷമായി ഞാൻ എന്റെ ഷേക്ക് മോർണിംഗ് ഷേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് ഫാമിലി ഹെൽത്തി ആൻഡ് ഹാപ്പിയാണ്. ഇതെല്ലാം എന്റെ കോച്ച് നസീർ ആൻഡ് സെലീൻ നസീറിനും ഫ്രം ദ ഹാർട്ട് താങ്ക്സ് പറയുന്നു. കാരണം അവരോടൊന്നും താങ്ക്സ് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം എന്റെ ലൈഫേ എനിക്ക് തന്നൊരു 2 പേരാണ്. ഞങ്ങള് ഉമ്മ ഇപ്പാന്ന് വിളിക്കുക അവരെ. അത്രയായിട്ട് നമ്മൾ കെയർ ചെയ്തൊരു അവരാണ് ഞങ്ങളെ. ഇന്നിപ്പോ 4.5 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ഹെൽത്തി ആയിരിക്കാൻ കാരണം അവരാണ്. അതായത് കോച്ചിന്റെ കൈ പിടിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് നമ്മൾ എടുക്കാൻ പറ്റും. നമ്മളെ ഹെൽത്ത് എന്തായാലും വളരെ കറക്റ്റായിരിക്കും. താങ്ക് യു അർഷിക. താങ്ക് യു. എല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷ നന്ദി അറിയിക്കുന്നു. പുതിയതായിട്ട് വന്നിട്ടുള്ള നേരത്തെ ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള ആളുകളോട് എനിക്ക് റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ സെഷൻ കണ്ടതിന് ശേഷം നിങ്ങളെ കോച്ചായിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നീഡ് ഉള്ളത് അത് നിങ്ങളെ കോച്ചുമായിട്ട് സംസാരിക്കുക. നിങ്ങളെ രാപ്പനെ അറിയുന്ന നിങ്ങളെ കോച്ചാണ്. എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും അവര് നിങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ തയ്യാറാണ്. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് ഈ അവസരം നൽകിയ എല്ലാ കോച്ചസിനും ഞാൻ നന്ദി പറയുന്നു. സൈനിങ് ഓഫ് അനീഷ് മുഹമ്മദ് from Karingalatani. Thank you very much. Thank you, Muhammad sir. You are a professional speaker. Thank you, sir.